ക്യാരക്ടർ വിട്ടുപോയിട്ടില്ല ഇത്രയും നാളായിട്ടും എന്നാണ് എനിക്ക് തോന്നിയത്. അല്ല, അദ്ദേഹം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു തിയറി എന്താ അറിയോ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഓഫീസിനെ കുറിച്ച് ചോദിക്കുക, പിന്നെ വേറെ എവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ കുറിച്ച് ആ ലോജിക്ക് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മസാല ദോശയെക്കുറിച്ച് ചോദിക്കുക. കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം. കേന്ദ്രമന്ത്രി മാത്രമല്ല, സൗത്ത് ഇന്ത്യയുടെ മൊത്തം MP ആണ്. സൗത്ത് ഇന്ത്യയുടെ മൊത്തം MP ആയിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആൾ ഭയങ്കരമായ ലോജിക്കല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് മുകേഷിൻ്റെ എതിരായ ആരോപണം അതിൽ കൂടുതൽ സംഗതി വരുന്നത്. അതിൽ തന്നെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഇത് സുരേഷ് ഏട്ടനോട് പറഞ്ഞിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ നിശ്ചയമായി അദ്ദേഹത്തിന് അതിലെന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ. അല്ല, അതിനുശേഷം വേറെയും പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. ഈ മുകേഷുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി എടുത്ത നിലപാട് അത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് കെ സുരേന്ദ്രൻ പറയുക. നിശ്ചയമായും അതിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിക്കുക, അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാധ്യമപ്രവർത്തകരുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോജിക്ക് എന്താണ്? അവൻ്റെ വഴി തടസ്സപ്പെടുത്തുകയാണോ? വഴി തടസ്സപ്പെടുത്തുകയാണോ എന്നിട്ട് മാധ്യമപ്രവർത്തകർ തള്ളി മാറ്റുകയാണ്. അപ്പോൾ തൃശ്ശൂർക്കാർ തള്ളിമാറ്റമല്ല, അത് കയ്യേറ്റം തന്നെയാണ് നിശ്ചയമായിട്ടും. കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുമ്പ് ഒ രാജഗോപാൽ ആദ്യമായിട്ട് BJPക്ക് ഒരു MLA ഒ രാജഗോപാൽ ഉണ്ടായി. ഒ രാജഗോപാലിൻ്റെ നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതിലേറ്റവും പ്രയാസപ്പെട്ട ആളാരായിരുന്നു? കെ സുരേന്ദ്രനായിരുന്നു. BJPക്ക് അതൊരു ഭാരമായി മാറുകയായിരുന്നു. അതേപോലെ ഈ ആദ്യത്തെ MPയും ആദ്യത്തെ മന്ത്രിയായിട്ടുള്ള ആൾ BJPക്ക് ഭാരമാകാൻ പോവുകയാണ്. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇനിയും കുറേ അധികം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് ഇതാണെന്ന് സുരേന്ദ്രൻ ഒരു ഭാഗത്ത് പറയുക, അതിന് വിരുദ്ധമായ നിലപാട് പാർട്ടിയുടെ കേരളത്തിലുള്ള MP പറയുകയും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നവർ കയർക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആ പാർട്ടിയുടെ ഒരു മഹത്തായ ഭാഗ്യമായിട്ട് കണ്ടാൽ മതി. കയർത്തൊന്നും മാത്രമല്ല, ഞാൻ കണ്ടിട്ടില്ല ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു മന്ത്രി ഒരു ചോദ്യം ചോദിക്കുന്നതിന് ഈ രീതിയിൽ, അതായത് നമുക്ക് വ്യക്തമായ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം പിടിച്ച് തള്ളുകയാണ്, ഉന്തുകയാണ്. അത് ശരിക്കും കേസെടുക്കാനുള്ള വകുപ്പുണ്ട് അതിൽ, അല്ലേ? അത് കയ്യേറ്റാണ്. അത് എന്താണ്, തള്ളി മാറ്റുമല്ല ഇത്. അദ്ദേഹം കയ്യേറ്റം ചെയ്യണം, ദേഷ്യത്തോടെ പോയിട്ട് തള്ളുകയാണ് ചെയ്യുന്നത്. വഴിയിൽ നിന്ന് മാറ്റുമല്ല ചെയ്യുന്നത്, ഈ മാധ്യമപ്രവർത്തനം നിൽക്കുന്നിടത്തേക്ക് ചെന്ന് തള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് കയ്യേറ്റ ശ്രമമായിട്ടാണ് കാണാൻ കഴിയുള്ളൂ. അത് മാത്രമല്ല പ്രശ്നം, അദ്ദേഹം ദൗസാബ് വിശദീകരിച്ച ന്യായമുണ്ടല്ലോ. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മയെക്കുറിച്ച് ചോദിക്കുക, വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടുകാരും ചോദിക്കുക, ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓഫീസിലെ കാര്യം ചോദിക്കുക. അപ്പോൾ അദ്ദേഹം എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നതെന്നനുസരിച്ച് വേണം. പിന്നെ ആരോ സോഷ്യൽ മീഡിയ അദ്ദേഹം കക്കൂസിൽ നിന്ന് ഇറങ്ങി എനിക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യായമാണ് പറയുന്നത്. എനിക്കിന്ന് കെ സുരേന്ദ്രൻ്റെ അതിൽ വിശദീകരണം കുറെ കൂടി രസകരമായിട്ട് തോന്നുന്നു. കാരണം പാർട്ടിയുടെ നിലപാട് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു. അന്ന് മുകേഷിന്റെ രാജി BJP ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ അല്ല, അത് നമുക്കറിയാവുന്ന കാര്യമില്ല. ഒന്ന് BJPയുമായിട്ട് പാർട്ടിക്കാരനായിട്ട് BJP സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, BJPയുടെ തൃശ്ശൂർ ജില്ലാ നേതൃത്വം പോലും അദ്ദേഹത്തെ ഒരു BJP നേതാവായിട്ട് കണ്ടിട്ടില്ല. ഒരു സിനിമാ താരത്തെ കൊണ്ടുവന്ന് ജയിപ്പിച്ചു എന്നുള്ളതാണ്. അതിപ്പോൾ ബാധ്യതയായി മാറുകയാണ്. ആ ബാധ്യത ഇപ്പം എന്താണ്, എന്ത് വന്നാലും സെപ്റ്റംബർ 6-ാം തീയതി ഒറ്റക്കമ്പൻ ഷൂട്ട് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അമിത്ഷായുടെ അടുത്ത് പോയി അദ്ദേഹം പറഞ്ഞാണ്. അപ്പോൾ അമിത്ഷാ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറയുന്ന ഒരാളെ എങ്ങനെയാണ് BJPക്ക് നടക്കാൻ കഴിയുക? അപ്പോൾ ഇന്ന് കെ സുരേന്ദ്രനോട് ചോദിച്ചു, ഇപ്പം ഈ കേന്ദ്രമന്ത്രി സ്ഥാനം ഒരു പ്രശ്നമാണല്ലോ, അപ്പോൾ അദ്ദേഹം ഷൂട്ടിങ്ങിന് പോകുന്നു പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് വെയിറ്റ് ആൻഡ് സീ എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. കാരണം അതൊരു എന്തെങ്കിലും ഒരു ഉപകാരം പാർട്ടിക്കോ അല്ലെങ്കിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിനോ കേരളത്തിനോ ഒന്ന് ആലോചിച്ച് നോക്കുക. വയനാട് ദുരന്തമുണ്ടായി. ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം കേരളം നേരിട്ടത് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് വയനാട് ദുരന്തം. ഈ വയനാട് ദുരന്തത്തിൽ സുരേഷ് ഗോപി എന്താണ് ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അദ്ദേഹം തൃശ്ശൂരിൻ്റെ MP ആണ്, എങ്കിലും അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. ഇതുവരെ നമ്മൾ സംസാരിക്കുന്ന സമയം വരെ കേരളത്തിൻ്റെ മെമ്പറാണെന്ന് പരിഗണിച്ച് ഒരു അടിയന്തര ദുരിതാശ്വാസം കൊടുത്തിട്ടുണ്ടോ കേന്ദ്രം? ഇല്ലല്ലോ. സാധാരണ അങ്ങനെയാണ്, ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ. ഇടപെടുകയാണെ എന്ത് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചോദ്യങ്ങൾക്ക് അനുഭാവപൂർണമായ ഒരു മറുപടി അയാൾ തന്നിട്ടുണ്ടോ? അദ്ദേഹം മറുപടി പറയണ്ട, പോട്ടെ. അദ്ദേഹം മാധ്യമങ്ങളോട് മറുപടി ഒന്നും പറയണ്ട, പോട്ടെ. സാധാരണ ഇപ്പോൾ ഒരു മരണം നടന്ന ഒരു വീട്ടിൽ, ആ വീട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ, പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടോ എന്നാണ് നമ്മളോടുള്ളവരോട് ചോദിക്കുക, അല്ലേ? അത് നമ്മൾ അയൽവാസി എന്നുള്ളൊരു ധാർമ്മികത അനുസരിച്ചാണ് ചെയ്യുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ കേന്ദ്രമന്ത്രി അടിയന്തര ധനസഹായം 100 കോടി അനുവദിപ്പിക്കാൻ അദ്ദേഹത്തിന് ശ്രമിച്ചോ? അത് ചെയ്തോ? ഇല്ലല്ലോ. ഒരു 100 കോടി വളരെ അടിയന്തരമായിട്ട് സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുന്നു, ഒരു അടിയന്തര ധനസഹായം 100 കോടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ
അതുപോലും ചെയ്യാത്ത, അതിനെക്കുറിച്ച് അതോട് പ്രതികരിക്കാത്ത, അതിനുവേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാളാണ് കേന്ദ്ര സഹമന്ത്രി. അപ്പോൾ ഇങ്ങനൊരു കേന്ദ്ര സഹമന്ത്രി BJPക്ക് എത്രമാത്രം ഡാമേജ് ഉണ്ടാകും? ഇപ്പോൾ വയനാട്ടിലും കുറേ വോട്ടുണ്ടല്ലോ. കെ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ് വയനാട്. അവിടെ BJPക്ക് വോട്ടുണ്ടല്ലോ. അവിടുത്തെ BJPക്കാർ ഈ മന്ത്രിയെ പറ്റി എന്തായിരിക്കും ചിന്തിക്കുക? പൊതുജനത്തിൻ്റെ കാര്യം വിടുക, മലയാളിയുടെ കാര്യം വിടുക, BJPക്കാർ എന്തായിരിക്കും ചിന്തിക്കുക? അപ്പോൾ ഇനി നാളെ ഒരു BJPക്കാർക്ക് ഒരു അപകടം ഉണ്ടാവുകയാണ്, അങ്ങനെ കരുതുക. BJPക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, ഈ മന്ത്രി BJPക്കാർക്ക് വേണ്ടി നിൽക്കുമോ? അങ്ങനെ ചിന്തിക്കാറോ? ഇത് ശരിക്കും സുരേഷ് ഗോപി ബാധ്യതയാവുമെന്ന് തൃശ്ശൂർ ജില്ലാ ഘടകം നേരത്തെ തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കുറേ കൂടി എക്സ്പോസ്ഡ് ആയി വരുന്നു. ആ കാര്യം സുരേന്ദ്രൻ അറിയാം. സുരേന്ദ്രൻ കുറേ കൂടി അത് വ്യംഗ്യമായ ഭാഷയിൽ സമൂഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങേയറ്റം അസഹിഷ്ണുതയോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന ദൃശ്യങ്ങൾ കണ്ടാൽ വളരെ വ്യക്തമാണ്. പറയാനുള്ളത് ഇത്തരം തിട്ടൂരങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അത് ആരാണെങ്കിലും ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.